മതി മതി, എന്നാ ഇനി വീട്ടിലോട്ട് പോവാം. എന്നോ ഇന്നിനി വീട്ടിലോട്ട് പോണ്ട, നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. എന്തു പറയുന്നു? ഇവിടെയോ? എങ്ങനെ? ഈ കടൽ തീരത്ത് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? വന്നേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആ അതൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ടെൻറ്റ് കെട്ടാം. എൻ്റെ കാറിൻ്റെ ഡിക്കിയിലുണ്ട് സാധനങ്ങളൊക്കെ. ഒരു മിനിറ്റ്, ഞാനൊക്കെ എടുത്തിട്ട് വരാം. ഓ, എല്ലാം ഒന്ന് ശരിയായി. എത്ര നാളായി ഇങ്ങനൊന്ന് മനസ്സമാധാനത്തോടെ കിടന്നിട്ട്. അവൾ ഉറങ്ങുന്ന കാണാൻ എന്ത് ക്യൂട്ടാ. ഇച്ചായ, എന്താ ഉറക്കൊന്നുമില്ലേ? ഉറങ്ങ്, സമയം കുറേയായി. ഇന്നിനി എനിക്ക് ഉറങ്ങാൻ കഴിയും തോന്നുന്നില്ല. നിന്നെ എൻ്റേതായിട്ട് ഇത്ര സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ അടുത്ത് കിട്ടിയിട്ട് എത്രയായി. അപ്പം എനിക്ക് ഉറങ്ങാൻ കഴിയോ കുക്കി? ഒരിക്കലുമില്ല. ഗുഡ് മോർണിംഗ് ഇച്ചായ. ഉറങ്ങാണോ? ഇച്ചായ, എഴുന്നേക്ക്, നമുക്ക് പോണ്ടേ? ഇച്ചായ, കുറച്ചു നേരം കൂടി കെട്ടിപ്പിടിച്ചു. അല്ല ഇച്ചായ, നമ്മളെങ്ങനാ പോകുന്നേ? എന്റെ കാറും ഉണ്ടല്ലോ. നമ്മള് നിന്റെ കാറിലാ പോകുന്നത്. എൻ്റെ കാർ ഇവിടെ കിടക്കട്ടെ. ആ ഓക്കെ ഓക്കെ, എന്നാ ഇച്ചായ വേഗം വാ. ആരെയും കാണുന്നതിന് മുന്നേ വീട്ടിൽ കയറണം. ആ കുക്കി, എന്നാ ഇനി നമുക്ക് പോവല്ലേ? ആ ഇച്ചായ, I'm ready. ഇച്ചായ, ഇച്ചായനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയേ? ഞാനങ്ങനെ പറഞ്ഞിട്ടാണോ? അല്ല, അതിന് ആരാ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയേ? അത് ശരി, അപ്പൊ നിങ്ങളല്ല മനുഷ്യ. ഞാൻ വന്നപ്പോ അവിടുന്ന് ചാടാൻ നോക്കിയേ? നീ എന്തോ പറയുന്നു? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിന്നോ? എപ്പോ? ഇത് കൊള്ളാലോ. എനിക്ക് സങ്കടം വന്നപ്പോ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി പോയതാ ഞാൻ അവിടെ. അല്ല, നീ എങ്ങനെ ഇന്നലെ രാത്രി അവിടെ വന്നു? എനിക്ക് അത് ഇപ്പോഴും കത്തിയിട്ടില്ല. പിന്നെ ചോദിക്കാൻ വന്നപ്പോ ഇന്നലത്തെ ഓരോ ഇതില് അങ്ങ് വിട്ടുപോയി. ഓ, അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. ഞാനൊരു മണ്ടത്തി. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ അറിയുന്നേ? നിങ്ങൾക്കറിയോ ഇന്നലെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിലും എപ്പോഴും ഞാൻ വേദനിക്കുന്നത് കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? കൂക്കി, നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം പറഞ്ഞ 2 ദിവസം വീട്ടിലേക്ക് വരണ്ടെന്ന് കരുതിയാ ഇന്നലെ ഞാൻ അവിടുന്ന് പോയേ. എനിക്ക് അത്ര മനസ്സിന് ഇടങ്ങേറുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് എല്ലാം എൻ്റെ മനസ്സൊന്ന് റെഡിയാക്കാനാ ഇന്നലെ പോയേ. അല്ലാണ്ട് നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഇതുവരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് പോലുമില്ല കൂക്കി. കൂക്കി, ഓർമ്മയുണ്ടോ നിനക്കിത്? നീ പൊട്ടിക്കരഞ്ഞോണ്ട് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയ ആ റിങ്ങാ ഇത്. അന്നിത് എൻ്റെ അടുത്തോട്ട് നീ വലിച്ചെറിഞ്ഞപ്പോൾ ശരിക്കും
നെഞ്ഞൊന്ന് പൊട്ടി. കുക്കി പ്ലീസ്, ഒരിക്കലും അങ്ങനെയൊന്നും ഇനി ചെയ്യല്ലേ. എനിക്കറിയാം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. പക്ഷേ നമുക്കിടയിൽ എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് എൻ്റെ സ്നേഹമാണ്, എൻ്റെ മനസ്സാണ്. ഒരു വട്ടം കൂടി ഞാൻ ഇട്ടു തന്നോട്ടെ. കുക്കി, ഐ ലവ് യു. ഇനിയും ഇങ്ങനെയൊന്നും ചെയ്യല്ലടാ. എൻ്റെ സ്നേഹം അത് സത്യമാ. എന്നതാ എന്നിങ്ങനെ നോക്കുന്നേ? ഒന്ന് പോയേ. അല്ല, ഒരെണ്ണം കൂടി കിട്ടിയാ കൊള്ളാമായിരുന്നു. അയ്യടാ മോനെ, വണ്ടി എടുത്ത് ഇപ്പോ അവിടുന്ന് വേഗം വീട്ടിലോട്ട് പോണം. മതി മതി. ഓ അവിടുന്ന് നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. എൻ്റെ കൈ തന്നെയല്ലേ നിന്നെ കിട്ടാൻ പോകുന്നേ. ആ എല്ലാരും ഇതവിടെ പോയി. മോളെ കുക്കി. എന്നതാ? അല്ല പെണ്ണെ, നീ ഇതെവിടായിരുന്നു? ഞാൻ നിന്നെ എവിടേക്ക് തപ്പിന്നറിയോ? എവിടെയും കാണാനില്ല. എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ പറയാ, ഇച്ചാന്റെ കൂടെ ആയിരുന്നു എന്ന് പറയണ്ട, എല്ലാം പതിയെ പറയാം. അത് പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ ഗാർഡനിലുണ്ടായിരുന്നു. ഓ, അവിടെ ആയിരുന്നോ? ഞങ്ങൾ നിന്നെ എല്ലായിടത്തും തപ്പി, അവിടെ മാത്രം നോക്കില്ല. എന്തായാലും നീ ഇത് പിടി, ഈ പാല് കുടിക്ക്. പിന്നെ മോളെ, എനിക്കറിയാം മോള് ഭയങ്കര വിഷമത്തിലാണെന്ന്. എൻ്റെ മോള് ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം റെഡിയാവും, എനിക്ക് ഉറപ്പാ. പിന്നെ അവൻ എന്തെങ്കിലും തക്കതായിട്ട് കാരണം ഉണ്ടാവും. മോള് പ്ലീസ്, മോളിങ്ങനെ എവിടെയും പോയി ഒറ്റക്കൊന്നും ഇരിക്കല്ലേ. അതൊക്കെ ഒക്കെ അറിയുമ്പോൾ ഭയങ്കര വിഷമാണ്. അതുകൊണ്ടാ. നിനക്ക് എല്ലാവരും ഇല്ലേ. പിന്നെ വീട് കാര്യം അത് നീ ആലോചിക്കുക വേണ്ട, അത് ആ സമയമാകുമ്പോൾ ശരിയാവും. ചേച്ചി, എനിക്ക് ചേച്ചി എൻ്റെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഇപ്പോൾ വയറ്റിലൊരു കുഞ്ഞാവ് കൂടെ ഉള്ളതാ, അതിന് മറക്കല്ലേ, കേട്ടല്ലോ. അല്ല, എവിടെ യൂഞ്ചിയൊക്കെ? എല്ലാരും എവിടെ? ഞാൻ അവളെ ഇന്ന് കണ്ടില്ലല്ലോ. മമ്മി അടുക്കളയിലുണ്ട്. പിന്നെ യൂഞ്ചി കോളേജിലോട്ട് പോവാൻ നിൽക്കുക. നീ എന്നാ അകത്തോട്ട് ചെല്ലും മോളെ. മമ്മി മാറി നിൽക്ക്, ഇത് ഞാൻ ചെയ്യാനേ. വേണ്ട മോളെ, ഇനി ഇത് കൂടെ ഉള്ളൂ, അത് എനിക്ക് ചെയ്യാനുള്ളൂ. മോള് ഈ ഫുഡൊക്കെ വേണേ ടേബിളിൽ കൊണ്ടുവച്ചോ. മമ്മി, എന്നാ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവെക്കാം. അല്ല, ഇതാരാ പതിവില്ലാതെ അടുക്കളയില്? യൂഞ്ചി, എന്താ ഞാൻ ഈ കാണുന്നേ? ഓ, എന്റെ പൊന്നു മോളെ, നീ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അവളുടെ ലഞ്ച് കൊണ്ടുപോകാൻ വന്നതാ. അല്ലാണ്ട് ഇവളെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയല്ല. മമ്മി, ഇനി എന്റെ തലയിലോട്ട് വാട്ടോ. എന്റെ ഈശോയെ, ഇത് എപ്പോഴും ഇങ്ങനെയാണല്ലോ. അതല്ല, കൂക്കി മമ്മീനെ സഹായിക്കാൻ പറഞ്ഞപ്പോ മമ്മിക്ക് സഹായം വേണ്ട, ഇത് തന്നെയാ. ഞാനായിട്ട് കണ്ടറിഞ്ഞ് സഹായിക്കാൻ നിൽക്കുമ്പോ മമ്മി എപ്പോഴും പറയാ, എന്നാ ഞാൻ ചെയ്യാത്ത നേരത്തോ ഫുള്ള് പറിച്ചിലും. എന്റെ ഈശോയെ, ഈ എല്ലാ മമ്മിമാരും ഇങ്ങനെയൊക്കെ തന്നെ. അത് പിന്നെ ചില സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ സഹായം ചിലപ്പോ ഇരട്ടി പണിയാവും, ഉപദ്രവാവും. അതുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നേ. ഓ, ഇനി അതും കൂടി ഞങ്ങൾക്ക്. കൊള്ളാം മമ്മി, കൊള്ളാം. ഹോ, സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഒക്കെ പരാതിയാണല്ലോ എന്റെ ഈശോയെ. ഞാൻ പോവാ. യോജിന്റെ ഒരു കാര്യം. എന്തായാലും അവൾ പറഞ്ഞത് ശരിയാ. സഹായിച്ചാലും സഹായിച്ചില്ലേലും എന്റെ മമ്മി ഇങ്ങനൊക്കെ തന്നെയാ. ആണല്ലേ? അതെന്താ ചെയ്യാതെ ഞങ്ങളുടെ അമ്മമാരുടെ ഒരു ഹോബി ആയിപ്പോയി.
ഓക്കെ ഓക്കെ. എന്നാ മമ്മി വാ, നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം. യുഞ്ചി, ഒന്നവിടെ നിന്ന്. നിന്നെ ഞാൻ കാണാനിരിക്കുമായിരുന്നു. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഓ, അത് ശരി, അത് കൊള്ളാലോ. എന്നതാണ് നിനക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നോട് പറയാനുള്ളേ? വല്ല പൊട്ടത്തരാവും, അതല്ലാണ്ട് നിന്റെ വായിന്നൊന്നും വരത്തില്ലല്ലോ. ഓ, സ്റ്റോപ്പ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ലിസൺ. നീ നിന്റെ റൂമിൽ നിന്ന് ഒഴിഞ്ഞു തരണം. എനിക്ക് ആ റൂം ആവശ്യമുണ്ട്. അയ്യോ, അതെന്നതാടി, നിനക്ക് എന്റെ റൂം ഇഷ്ടപ്പെട്ടോ? എനിക്ക് വയ്യ. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എന്റെ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ പറയും. നീ ആരടി പുല്ല്? കുറെ നേരമായി അവള്. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് ആ റൂം വേണമെന്ന്. സോ നീ ആ റൂമിന്ന് ഇന്ന് എന്നെ മാറിക്കോ, കേട്ടോ? വേറൊന്നും എനിക്ക് പറയാനില്ല. നിർത്തടി. നീ ആരാന്ന എന്റെ വിചാരം? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് എന്റെ റൂമിൽ നിന്ന് പോവാനോ? കൊള്ളാലോ കളി. ഹോ, വാട്ട് ഫണ്ണി. ആൻഡ് യോഞ്ചി, നിനക്ക് എന്നെ അറിയില്ലേ? ഐ ആം യുവർ സിസ്റ്റർ ഇൻ ലോ, നിന്റെ സ്വീറ്റ് അൽഫിച്ചാന്റെ വൈഫ്. അയ്യോ, ദേ ഒഴിക്കുന്ന. ഓ, എന്തോ ഒരു ഒലിപ്പീരാടി. കണ്ടാലും മതി. നിന്റെ വിചാരം എന്താ? എന്റെ ഈ സംസാരം വലിയ സ്വീറ്റ് ആണല്ലോ. നിന്നുണ്ടല്ലോ. മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇവളോട് സംസാരിച്ചാൽ ശരിയാവില്ല. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിന്റെ റൂം എനിക്ക് വേണം, അത്ര തന്നെ. എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരും, അവക്ക് സ്റ്റേ ചെയ്യാൻ നിന്റെ റൂം എനിക്ക് വേണം. ഡി, ആരോട് ചോദിച്ചിട്ടാ? ഇത് ഞങ്ങളുടെ വീടാ, ഇവിടെ നീ ഭരിക്കണ്ട, കേട്ടോടി പുല്ലേ. പിന്നെ നീ ഇവിടെ, അത് എന്റെ ഇച്ചായന്റെ ഒരു അബദ്ധം, അത്രേ ഉള്ളൂ. അതും വെച്ച് നീ ഇവിടെ ഷോ കാണിച്ച നീ യൂഞ്ചി ആരാന്ന് അറിയും, കേട്ടോടി ചൂലേ. എനിക്ക് നിങ്ങളുടെ ആരുടെയും പെർമിഷൻ വേണ്ട. എനിക്ക് എന്റെ ഹസ്ബൻഡ്, അതായത് അൽഫിയുടെ മാത്രം പെർമിഷൻ മതി. അവനോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ റൂം ഞാൻ തരില്ല. വേണേ നിന്റെ കൂടെ കിടക്ക്. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റുവാന്ന് ഞാൻ കാണിച്ചു തരാം. ആൽഫി, ആൽഫി, come here. ലിസ, എന്താടാ പ്രശ്നം? ഇത് കണ്ടോ ബേബി? ഇവളോട് ഞാൻ അവളുടെ റൂമിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട് ഇവള് മാറുന്നില്ല. ഈ റോസ് നാളെ വരുമല്ലോ, അവൾക്ക് സ്റ്റേ ചെയ്യാൻ ഇവിടെ റൂമില്ല. ഇവളോട് പറഞ്ഞിട്ട് ഇവളെന്നെ കൊറേ എന്തൊക്കെയോ പറഞ്ഞ്. എന്തിനാ ഇവളെ എപ്പോഴും എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്ന? ഹണി, നീ ഒന്ന് ഇവളോട് പറ ആ റൂമിൽ നിന്ന് പോവാൻ. എന്തുവാ ഇത്? കഴുത മൂന്നുന്ന പോലെ ഉണ്ട്. ഹണി, ഹണി എന്താ അവളോടൊന്നും പറയാതെ? അത് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? നിന്റെ ഈ നിൽക്കുന്ന കൊണി എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ കേക്കില്ല. അപ്പഴാ പൊട്ടി. എന്താ യുഞ്ചി ഇവിടെ? എന്താ? അതോ, അതിന് മാത്രമൊന്നുമില്ലടാ. എന്നെ ഒന്ന് റൂം ഒഴിപ്പിക്കാൻ വന്നതാ. ഒരു ഭാര്യയും ഒരു ഭർത്താവും. യുഞ്ചി, നീ വായിക്കാനൊന്നും നിൽക്കണ്ട. നീ എന്റെ റൂമിലോട്ട് പോര്. അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എന്തിനാ വെറുതെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നേ? കൂക്കി, നീ എന്തേ പറയുന്നേ? നിനക്കിതെന്താ പറ്റിയേ? നീ ഇങ്ങനെ സൈലന്റ് ആവരുതേ, എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഞാൻ എന്തിനാ എന്റെ റൂം ഒഴിഞ്ഞു കൊടുക്കണം? ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പ്ലീസ് യുഞ്ചി, പ്ലീസ്, നീ ഒരു പ്രശ്നത്തിന് പോവല്ലേ. എന്നോട് സ്നേഹമുണ്ട്. നീ എന്റെ കൂടെ ഇന്ന് കിടന്നു. അവരെന്താ ചെയ്തോട്ടെ, നീ ഇന്ന് വന്നേ. ശരി, നീ പൊക്കോ. എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. ലിസ, ഇപ്പോ പ്രോബ്ലം ഒക്കെ സോൾവ് ആയില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ ബേബി, നീ പൊക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ തന്നെ പോവാന്ന് സമ്മതിച്ചില്ലേ? അതാണ് ഈ ലിസ പറഞ്ഞേ, എന്നെ കൊണ്ട് നിന്നെ ഒക്കെ ഒഴിപ്പിക്കാനാവും. എടി പുല്ലേ,
ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്റെ കൂക്കി. അവളെനിക്ക് ജീവനാ, കുറെ അനുഭവിച്ചതാ. നീ എന്ന് ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നോ അന്ന് തൊട്ട് തുടങ്ങി ഞങ്ങളുടെ ശനി ദശ. സോ അവളെ ഇനിയും വിഷമിപ്പിക്കാൻ പറ്റാത്തോണ്ട് മാത്രം ഞാൻ സമ്മതിച്ചേ. അല്ലാണ്ടേ നീ ഒരിക്കലും നിന്റെ മുന്നില് യൂഞ്ചി തോറ്റു തരുന്ന നീ വിചാരിക്കണ്ട. നിനക്ക് ഇതിനുള്ള പണി മാതാവാണേ യൂഞ്ചി തന്നിരിക്കും. ഓക്കേ, ഐ ആം വെയിറ്റിംഗ്. അല്ല യൂഞ്ചി, എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ആ ജിയോണയുടെ ബ്രദർ അവനെവിടെ? അവനെ ഇന്നിവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിനക്കെന്തിനാടി ജിമ്മിച്ചാനെ? കാര്യം ജിയോണയുടെ ബ്രദർ ആണല്ലോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാ. എന്റെ ഫ്രണ്ട് റോസിന് വേണ്ടി ഒന്ന് സെറ്റാക്കിയാലോ എന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ ഈശോയെ, ഇവളെ റൂട്ട് ഇപ്പൊ അങ്ങോട്ടാണോ? നിനക്ക് ഞാൻ സെറ്റാക്കി തരാവടി. സെറ്റാക്കി തരാം. നിന്റെ വായിലിനി 32 പല്ല് നീ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. കാണിച്ചു തരാം. എന്റെ ഈശോയെ, കലിപ്പ് തീരുന്നില്ലല്ലോ. ഇവളങ്ങ് പിടിച്ച് കൊന്നാലോ. ഹലോ യോഞ്ചി, താനെന്താ ആളായിക്കുന്നേ? പറ, അങ്ങേരെ എവിടെ പോയി? ലിസ, ഒരേ ഒരു കാര്യം, ഇപ്പൊ നീ എന്റെ മുന്നിൽ നിന്ന് പൊക്കോ. I say get out. I miss you. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും മിസ് ചെയ്യണ്ട കൂക്കി. നീ ഇങ്ങോട്ട് വാ. അതെങ്ങനെ പറ്റും? ആ വട്ടത്തിൽ ലിസ എങ്ങാനും കണ്ട സീനല്ലേ. പിന്നെ അതല്ല, ഇപ്പൊ അങ്ങോട്ട് യൂഞ്ചി വരും. ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും പറ്റില്ല. നീ എന്തായാലും എല്ലാരും കിടന്നിട്ട് വാ. എനിക്ക് എന്റെ മുത്തിനെ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള. ഓക്കേ, എല്ലാരും ഒന്ന് കിടക്കട്ടെ. കൂക്കി, നീ എന്ത് പണിയാടാ കാണിച്ചേ? നീ എന്തിനാ എന്നെയും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചേ? യോഞ്ചി, സോറിടാ. അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാ. നീ ഇങ്ങനെ പാവല്ലേ കൂക്കി. നീ പഴയ പോലെ നല്ല ഉഷാറാവണം. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ഇപ്പോഴും അവരുടെ റിലേഷനില് കുറെ സംശയങ്ങളുണ്ട്. ഒരിക്കലും ഇച്ചാനെ അവളെ കെട്ടിയെന്ന് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. എന്തോ അവരെ മറക്കുന്നുണ്ട്. സോ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നീ പഴയ പോലെ ആക്റ്റീവ് ആവണം. നിനക്ക് ഇച്ചായന്റെ ജീവിതത്തിൽ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. നീ എന്താ ഇഞ്ചി പറഞ്ഞു വരുന്നേ? എടാ, എനിക്കറിയാം നിനക്ക് നല്ല വിഷമമുണ്ട്, ആകെ തളർന്നിരിക്കുകയാണ് നീന്നൊക്കെ. പക്ഷെ ഇതിന്ന് നീ തന്നെ ഒരു മോചനം കണ്ടെത്തണം. ഞാൻ പറഞ്ഞു വന്നുവെച്ചാ, നീ ഇച്ചാന്റെ ജീവിതത്തിലോട്ട് പഴയ ആ ഒരു അധികാരത്തോടെ അവകാശത്തോടെ കൂടി തിരിച്ചു പോവണം. നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് തന്നെ അത് തുടങ്ങണം. നീ ഇന്ന് ഇച്ചാന്റെ റൂമിലോട്ട് പോക്കോ, അവിടെ കിടക്ക്. ഇച്ചാൻ നിന്നെ ഒരിക്കലും അവിടെ നാട്ടി ഇറക്കൂല, അതെനിക്ക് ഉറപ്പാണ്. 100% ഉറപ്പാ. ഇച്ചാന്റെ മനസ്സിൽ ഇപ്പൊ ചെറിയ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. അത് ഞാൻ കണ്ടതാ. ഇച്ചാൻ കാരണം കുഞ്ഞു പോയതൊക്കെ അല്ലേ. സോ ഈ ഒരു അവസരം നീ മുതലാക്കണം കുക്കി. എല്ലാതും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നീ ഇപ്പൊ തന്നെ പൊക്കോ, നേരെ വിട്ടോ. നീ ഇനി ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ചെല്ല്. ഇതിപ്പോ എന്താ? നീ എന്താ പറയുന്ന? ലിസ കണ്ട അത് പ്രശ്നമാവും. വേണ്ടടാ. ഒരു ലിസ, അവളെ പറ്റി മിണ്ടരുത്. അവള് കണ്ട എന്താ? ഒന്നുമില്ല. നീ അങ്ങ് ചെല്ല്, ആരും കാണാണ്ട് ഞാൻ നോക്കിക്കോളാം. എന്റെ ഈശോയെ, ഇതിപ്പോ എന്താ? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന്. എന്റെ ഇഞ്ചി, നീ മുത്താണ് മുത്ത്. എങ്ങനെ പോകുന്നു വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. അപ്പഴാ ഇനിയിപ്പോ സീനില്ലല്ലോ, നീ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ പോവാം. ഇനി എന്താ ഈ നോക്കി നിക്കുന്നേ? പോ പെണ്ണേ. ഞാൻ പോവാണ്. എന്നാ ഓക്കെടാ, ഗുഡ് നൈറ്റ്. എന്താവോ എന്തോ. ഒന്നും ആവൂല, നീ പേടിക്കണ്ട. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഇച്ചായനതെവിടെ? കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഇച്ചായ
എന്റെ ഈശോയെ, ഇങ്ങനെ നോട്ടം ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ആ, ഓ, ഇച്ചായ. നിക്കടി അവിടെ. ഓ, ദേ തുടങ്ങി വീണ്ടും നോട്ടം. ഇങ്ങനെ എന്റെ കൺട്രോള് കളയും. എന്തേലൊന്നും മിണ്ടിക്കൂടെ? ഞാൻ തന്നെ മിണ്ടാം. ഇച്ചായ. യെസ് മൈ ഡാർലിംഗ്. എന്തുവാ? ഒന്നുമില്ല. ഇച്ചാൻ മിണ്ടാതിരുന്നോണ്ട് വിളിച്ചയാ. ഓ അങ്ങനെ. എന്നാ ഞാൻ എന്തേലും മിണ്ടാം. അതല്ല, നീ എന്താ ഇത്ര നേരത്തെ വന്നേ? ഞാൻ വിചാരിച്ചു എല്ലാരും കിടന്നിട്ടൊക്കെ വരത്തുള്ളൂന്ന്. അതോ, അത് പറയും പോലെ യൂജിയുടെ പണിയാ. അവക്ക് എന്തോ ഇങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നൊന്നും പറ്റുന്നില്ല. പിന്നെ ആ ലിസയുടെ രാവിലത്തെ സംസാരം എല്ലാം കൂടി അവൾക്കാകെ പ്രാന്ത് കയറിയിരിക്കുക. അപ്പൊ പിന്നെ അവൾ പറഞ്ഞു ഇച്ചാന് എന്തൊക്കെയോ പ്രശ്നത്തിലെ ഇക്കാരം, അതുകൊണ്ട് ഇക്കാരം ഇങ്ങനെയൊക്കെ എല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ഉന്തി തള്ളി വിട്ടയാ. അവക്കറിയില്ലല്ലോ ഞാനിന്ന് രാത്രി കട്ട് വരാൻ നിൽക്കരുതെന്ന്. അതുകൊണ്ട് അവളെന്നെ വഴിയൊരുക്കിയതൊന്നും വലിയ സീനൊന്നുമില്ല. അതെന്തായാലും നന്നായി. അല്ല, യൂഞ്ചിക്കൊക്കെ എന്നോട് ഭയങ്കര വെറുപ്പാലേ. അവളതെൻ്റെ മുഖത്ത് നോക്കി വരെ പറഞ്ഞിട്ടുണ്ട്. എന്നാവോ ഇതൊക്കെ ഒന്ന് മാറാം. ഏയ് ഇച്ചായ, അവക്ക് ഇച്ചായനോട് വെറുപ്പൊന്നുമില്ല. അത് ദേഷ്യം വരുമ്പോ ഓരോന്ന് പറയുന്നയാ. അമ്മാതിരി കാട്ടിലല്ല ഇച്ചായൻ ചെയ്തേ. പിന്നെ എല്ലാം അറിയുമ്പോ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്കിത് എല്ലാവരോടും പറഞ്ഞാലോ? എന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നേ? ആലോചിക്കാം. എന്തായാലും ഇപ്പൊ തന്നെ വേണ്ട. എല്ലാരും ഇപ്പൊ ഇതേറ്റവും പൊരുത്തപ്പെട്ടില്ലേ, എല്ലാം ശരിയാക്കും. ലിസ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ പോവായിരിക്കും. അതുവരെ അല്ലേ. പ്ലീസ് അവളെ പറ്റി പറയല്ലേ. എനിക്ക് ഇപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. പ്ലീസ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് സംസാരിക്കൊന്നും വേണ്ട. നമുക്ക് കിടന്നാലോ? എന്താ നോക്കി നിൽക്കുക? ഇങ്ങ് വാടിപ്പെണ്ണെ. കുക്കി എടാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. നീ ഒരിക്കലും എന്നെ വിട്ടു പോവല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ. ഒരിക്കലും എന്റെ ഇച്ഛനെ വിട്ട് ഞാൻ പോവില്ല. എനിക്കതിന് കഴിയോ? ഇല്ല. ഇച്ഛന് തോന്നുന്നുണ്ടോ? എന്റെ ഇച്ഛനാണ് എന്റെ എല്ലാം എന്നും. सब यहाँ मिटा दे सभी आजा फासले। मैं चाहूँ मुझे मुझसे बांट ले, जरा सा मुझ में तू झाँक ले। मैं हूँ क्या उस गली में कभी तेरा जाना हुआ? जहाँ से जमाने को गुजरे जमाना हुआ।
बताऊं तुम्हें क्या मेरे साथ क्या क्या हुआ। ശ്ശോ, ഉറക്കം വരുന്നില്ല. ജിമ്മിച്ചാൻ എന്താ ഇതുവരെ കാണാത്തെ? വന്നോ? ഓ, ആ ലിസ പറഞ്ഞത് ഓർത്തിട്ട് ഒരു സമാധാനമില്ല. എന്താ എന്താ യൂജി നിനക്ക് പറ്റിയേ? ജിമ്മിച്ചാൻ മാത്രമുള്ളല്ലോ നിന്റെ മൈൻഡിൽ. എന്തോ ഇനി എനിക്ക് അങ്ങനെയല്ലോ ഇഷ്ടമോ? ഏയ് നോ വേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ബട്ട് ഓ, അങ്ങനെ മനസ്സിന്ന് പോകുന്നില്ലല്ലോ. ഐ തിങ്ക് ഐ മീൻ ലവ്. അറിയില്ല, അങ്ങനെ കാണാത്തോണ്ട് എന്തായാലും വെള്ളം കുടിച്ചിട്ട് പോയി കിടക്കാം ഇപ്പൊ. ആ കോക്കിയല്ല ഈ ഓടി വരുന്നേ. കോക്കി? യോജി, നീയോ? എന്താടി? അല്ല, നീ എന്താ ഇങ്ങനെ ഓടി വരുന്നേ? എന്താ പറ്റി? അത് പിന്നെ ഞാനിന്നലെ ഈ ചായന്റെ റൂമിലല്ലായിരുന്നു. അപ്പൊ ആരും കാണണ്ടെന്ന് കരുതി അവിടുന്ന് എണീറ്റ് ഓടി വന്നെയാ. പ്രത്യേകിച്ച് ആ ലിസ എനിക്കൊരു ഇഷ്യൂവിന് താല്പര്യമില്ല. ഓ അങ്ങനെ. അല്ല, അവള് കണ്ടാ തന്നെ ഇപ്പൊ എന്താ? അവളോട് പോവാൻ പറ. അതല്ല, ഇന്നലെ പോയിട്ട് എന്തായി? ഇച്ചായനോട് നീ ചോദിച്ചോ? കലിപ്പായോ ഇച്ചായൻ? ഈശോ, ഞാൻ ഇവളോട് എന്ത് പറയും? ഇവളോടെല്ലാം പറയാം, അതാ നല്ലത്. യൂജി, അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹാ, ഇതൊക്കെ സത്യമാണോ? അതൊക്കെ എപ്പോ? അത് ശരി, അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പാടെ നീ അങ്ങ് പോയേ അല്ലടി കള്ളി. അയ്യോടാ, ചിരിക്കുന്ന കണ്ടില്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ലാസ്റ്റ് ഒന്ന്, ഞങ്ങളൊക്കെ പൊട്ടന്മാര് അല്ലേ? ഹാ, കൊള്ളാം എന്തായാലും. എന്നിട്ട് എന്തായിരുന്നു ഇന്നലെ അവിടെ പരിപാടി? സംതിങ് ഒന്ന് പോയേ. നിനക്ക് നല്ല കിട്ടുവേ അവിടുന്ന്. ഇല്ല മോളെ, നിന്നെ ഞാൻ ഇന്ന് വിടില്ല. നിന്റെ പിന്നാലെ തന്നെ കാണും, കേട്ടല്ലോ? അല്ല, മമ്മി എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ മോളെ. എന്ത് ചെയ്യാനാ, അടുക്കളയിലോട്ട് കേറി പോവരുതെന്ന് ഒരു ഓർഡർ. പോയി നോക്ക് അവിടെ ആരാന്ന്. ആഹാ, ഇതാര് കൂക്കി? നീയോ? മാറി നിക്ക്, ഞാൻ ചെയ്തോളാം. നോ 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 നോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാ. ഈ പെണ്ണിനെ കൊണ്ട്. ഹാ, ഓബേച്ചി, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്.
നോക്കട്ടെ. ആ, അടിപൊളിയായിട്ടുണ്ട് മോളെ. എല്ലാ പണിയും കഴിഞ്ഞില്ല. എന്നാ എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുവെക്കട്ടെ. ലിസ, തനിക്കെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് സംസാരിക്കാനുള്ളത് കൊണ്ടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. ലുക്ക് മിസ് ജിയോന, താൻ ഇന്നലെ നൈറ്റ് എവിടായിരുന്നു? ഞാൻ എവിടായാലും നിനക്കെന്താ? ജസ്റ്റ് ആൻസർ മീ. എവിടായിരുന്നു നീ? അത് പിന്നെ ഞാൻ ഇന്നലെ എന്റെ റൂമിലുണ്ടായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണോ? നിന്റെ കള്ളമൊക്കെ നിന്റെ പോക്കറ്റിൽ തന്നെ അങ്ങ് വെച്ചോ, കേട്ടോ? ഇനി നീ സത്യം പറയേ, എവിടായിരുന്നു? ലിസ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. സോ പ്ലീസ് ജസ്റ്റ് ലീവ് മീ. നോ, നിന്നെ ഞാൻ അങ്ങനെ വീട്ടില്ല ജിയോന. എനിക്ക് എല്ലാം അറിയാം, എല്ലാം. നീ ഇന്നലെ എന്റെ ബേബിയുടെ റൂമിലായിരുന്നു, അതെനിക്കറിയാം. പിന്നെ ജിയോന, നീ എല്ലാം അറിഞ്ഞൂന്ന് എനിക്കറിയാം. നീ വിചാരിക്കുന്ന പോലെ ഒരു മെന്റൽ ഇഷ്യൂസും എനിക്കില്ല. അതൊക്കെ എന്റെ വെറും നമ്പർ. പാവം എന്റെ ബേബി, അവനെ എനിക്ക് വേണം. അവനെ ആർക്കും ഞാൻ വിട്ടുതരില്ല. പിന്നെ നീ അവന്റെ വെറും ജസ്റ്റ് ഒരു വൈഫാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിനക്ക് ഞാൻ അവനെ വിട്ടു തരില്ലടി, ഒരിക്കലും. അവൻ എന്റെയാ, ലിസയുടെ. വേറെ ആർക്കും അവനെ തൊടാൻ പോലും പറ്റില്ല. നീ എന്താ പറഞ്ഞേ? എനിക്ക് നിന്നെ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നടി. പിന്നെ നീയായിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ എന്റെ ഇച്ചായുടെ വെറും ഒരു വൈഫാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഒരു വട്ടം എന്റെ ഇച്ചാന്റെ കുഞ്ഞിനെ ബാക്കിലിട്ട് നടന്നവളെ ഞാൻ. ഇനിയും എനിക്കൊരു അവസരം കിട്ടും. നീ നോക്കിക്ക മോളെ, നീ എന്റെ മുന്നിലിരുന്ന് കരയും, ഞാൻ കരയിക്കും. ഈ ജിയോണയാ പറയുന്നേ. പിന്നെ നിന്റെ ഈ കളിയൊക്കെ എനിക്ക് ഈ ഒരു നിമിഷം തീർക്കാൻ കഴിയും, കാണിച്ചു തരാം ഞാൻ. ഓ മൈ ഗോഡ് ജിയോന, നീ അവനോടൊന്നും പറയല്ലേ? നീ എന്താ വിചാരിച്ചേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനെങ്കിൽ പേടിക്കുന്ന? നോ, നെവർ. നീ പറയുന്നതൊന്നും എന്റെ ബേബി വിശ്വസിക്കില്ല. ബിക്കോസ് ഈസ് മൈൻ, ഓൺലി മൈൻ. ലിസയുടെ സ്വത്താവൻ. അവനെ ആർക്കും വിട്ടു തരില്ല. നീ പോയി പറയടി, നമുക്ക് കാണാം. അതിനെന്താ മോളെ, നിന്റെ എല്ലാ കളിയും ഞാൻ തീർത്തരാം. നമുക്ക് കാണാം ആരുടെ കൂടെയാ എന്റെ ഇച്ഛായ നിൽക്കാണ്. ഹലോ ആർമീസ്, അപ്പോൾ എൻ്റെ സ്റ്റോറി കണ്ടില്ലേ? ഇഷ്ടമായ നിങ്ങൾക്ക്? ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ചാനലിൻ്റെ സപ്പോർട്ടൊക്കെ മറക്കല്ലേ. ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. അടുത്തതിന് എന്തായാലും ടൈഗർ ആവും. പിന്നെ ടൈഗർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണെന്ന് കരുതുന്നു. പക്ഷേ ഡെസ്റ്റിനിയുടെ അത്ര വ്യൂ ഇല്ല, അപ്പോൾ ആ ഒരു ചെറിയ സങ്കടമുണ്ട്. എന്തായാലും അടുത്ത ടൈഗറിന് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസ്റ്റിനി ഇടും. അപ്പോൾ ശരി ആർമീസ്, ബൈ, ലവ് യു.